നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. കോണ്ടംപററി വേൾഡ് സെലക്ടഡ് തീംസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്ലോക്കിന്റെ പേര് ദ പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ സെനാരിയോ എന്നാണ് ഈ ബ്ലോക്കിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു എൻറ്റയർ ബ്ലോക്കിൽ പഠിക്കുന്നത് രണ്ടാം ലോക യുദ്ധാനന്തരമുള്ള ലോകത്തിന്റെ സ്ഥിതിഗതികളെ കുറിച്ചാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ അതിൽ ആദ്യത്തെ യൂണിറ്റ് പോസ്റ്റ് വാർ മിലിറ്ററി അലയൻസസിനെ കുറിച്ചാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടായിട്ടുള്ള മിലിറ്ററി അലയൻസ്, സൈനിക അലയൻസിനെ കുറിച്ചിട്ടാണ്, സഖ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രണ്ടാം ലോക യുദ്ധാനന്തരം സൈനിക കൂട്ടുകെട്ടുകൾ രൂപീകരിക്കപ്പെട്ടു. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ലോകത്ത് ഒരു വല്ലാത്ത ഭീതി, ആഗോള ജനതയുടെ മനസ്സിൽ ഒരു വലിയ ഭീതി ഉടലെടുത്തു. അതായത് രണ്ടാം ലോക യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിക്കുന്നതിനെ തുടർന്നിട്ടാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ പല രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ കയ്യിൽ ഇനിയും അണുബോംബുകളുണ്ട്. അപ്പോൾ അത് വീണ്ടും വർഷിക്കപ്പെടുമോ, അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇനി ഉണ്ടാകുമോ എന്ന ഭയമൊക്കെ ലോകരാജ്യങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായി. മാത്രമല്ല, യുദ്ധാനന്തരം ഉണ്ടായിട്ടുള്ള കടുത്ത സാമ്പത്തിക പ്രയാസങ്ങള്, അതുപോലെ പട്ടിണി, അഭയാർത്ഥികളുടെ പ്രശ്നങ്ങള്, ഇങ്ങനെ ലോകം മുഴുവൻ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് മിലിറ്ററി അലയൻസുകള്, സൈനിക സഖ്യങ്ങള് ഫോം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലോകത്ത് പ്രധാനമായിട്ടും രണ്ട് ശാക്തിക ചേരികളായിട്ട് വന്നു. അതായത് മുതലാളിത്ത ചേരി അമേരിക്കയുടെ നേതൃത്വത്തിലും കമ്മ്യൂണിസ്റ്റ് ചേരി സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലും, അങ്ങനെ രണ്ട് ഇരുധ്രുവ ലോകമായിട്ട് ലോകം മാറി. അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ സെക്യൂരിറ്റി കണക്കിലെടുത്തുകൊണ്ട്, അവരുടെ ഭാവിയിലെ സുരക്ഷയെ പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ശാക്തിക ചേരിയുടെ കൂടെ അണിചേരാനായിട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തെ ആശയങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന, എന്നാൽ പ്രത്യക്ഷത്തിൽ യുദ്ധം ഇല്ലാതിരിക്കുക, എന്നാൽ യുദ്ധത്തെക്കാൾ ഭയാനകമായിട്ടുള്ള ഒരു എറ്റേണൽ സൈലൻസ് നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഈ ശീതയുദ്ധം എന്ന് പറയുന്നത്. ബെർണാഡ് ബറൂച്ച് ആണ് ഈ ശീതയുദ്ധം എന്ന ഒരു ടേം ഒക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സൈനിക കൂട്ടുകെട്ടുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോട് കൂടിയിട്ട് ലോകം ഇരു ധ്രുവങ്ങളിലേക്ക് അങ്ങോട്ട് സങ്കോചിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെസ്റ്റേൺ ബ്ലോക്ക്, ഈ വെസ്റ്റേൺ ബ്ലോക്ക് തന്നെയാണ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് എന്നും അറിയപ്പെടുന്നത്. ക്യാപിറ്റലിസമാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇനി സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റേൺ ബ്ലോക്ക്, കിഴക്കൻ ബ്ലോക്കാണ് സോവിയറ്റ് യൂണിയൻ. അത് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ, സോഷ്യലിസ്റ്റ് ചിന്താഗതികളുള്ള രാജ്യമാണ്. അപ്പൊ ഈ ഒരു ശീതയുദ്ധത്തിന്റെ തുടക്കത്തിന് കാരണമായി. സൈനിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തോടു കൂടെ കൂട്ടുകൂടാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ ഒരു സമയത്ത് ചില പ്രത്യേക സൈനിക കൂട്ടുകെട്ടുകള് അല്ലെങ്കിൽ അലയൻസസ്, മിലിറ്ററി അലയൻസസ് ഉടലെടുത്തു. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുണ്ട്. നാറ്റോ, അതുപോലെ വാഴ്സോ ഉടമ്പടി, ഇങ്ങനെയുള്ള ഉടമ്പടികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നാറ്റോ, സീറ്റോ, സെന്റോ എന്നൊക്കെ പറയുന്ന കുറെ സൈനിക ഉടമ്പടികളുണ്ട്, അല്ലെങ്കിൽ സൈനിക സഖ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വിശദമായിട്ട് പരിശോധിക്കുന്നത് നാറ്റോയെ കുറിച്ചാണ്. അപ്പൊ നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണല്ലോ നാറ്റോയുടെ എക്സ്പാൻഷൻ. നിങ്ങൾ PG ക്ലാസ്സിൽ പഠിക്കേണ്ടതല്ല, ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. എന്തായാലും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോ യുടെ രൂപീകരണം എന്ന് പറയുന്നത് 1949 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. ഇതൊക്കെ വളരെ വാഷിംഗ്ടൺ DC ആണ് ഇതിന്റെ ആസ്ഥാനം. ഇതൊക്കെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനൊന്ന് ബ്രഷപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്തായിരുന്നു നാറ്റോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? അത് അംഗരാജ്യങ്ങളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് നമുക്ക് പറയാം. ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നതായിരുന്നു നാറ്റോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനെതിരെയുള്ള ഒരു അറ്റാക്കിനെ, ഒരു ആക്രമണത്തെ മൊത്തം എല്ലാ രാജ്യങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണമായിട്ടാണ് അവര് പരിഗണിച്ചത്. ഇത്
നാറ്റോയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 5 ഇപ്രകാരം പറയുന്നുണ്ട്, ഒരാൾക്ക് നേരെയുള്ള ആക്രമണം എന്നത് എല്ലാവർക്കും നേരെയുള്ള ആക്രമണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് നാറ്റോയുടെ മോട്ടോ വരുന്നത്. ഇനി എന്തായാലും നാറ്റോയുടെ ആ ഒരു ഘടനയും അതിന്റെ ഓർഗനൈസേഷനും സംഘാടനത്തെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് ഇതിന്റെ പ്രഥമ തീരുമാനങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ബോഡി എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് കൗൺസിലാണ്. അത് NAC നാക് എന്ന് പറയും, നോർത്ത് അറ്റ്ലാന്റിക് കൗൺസിൽ എന്ന് പറയുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന ബോഡിയാണ് ഈ നാക്. ഇത് എല്ലാ രാജ്യങ്ങളും നാക്കില് ഉൾപ്പെടുകയും ചെയ്യും. അതായത് നാറ്റോയിലുള്ള എല്ലാ രാജ്യങ്ങളും നാക്കിലും ഉൾപ്പെടും. ഇനി രണ്ടാമത്തേത് സെക്യൂരിറ്റി ജനറൽ ആണ്. അതായത് സംഘടനയുടെ തലവൻ, ഈ നാറ്റോയുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? സെക്യൂരിറ്റി ജനറൽ ആണ്. ഇനി ഇതിന്റെ മിലിറ്ററി കമ്മിറ്റി ഉണ്ട്, എന്ന് വെച്ചാൽ സൈനിക നയങ്ങളൊക്കെ രൂപപ്പെടുത്തുന്ന ഒരു കമ്മിറ്റി ഉണ്ട് നാറ്റോയ്ക്ക്. അതുപോലെ അലൈഡ് കമാൻഡർ സ്ട്രക്ചറുകൾ, വീണ്ടും ചില പ്രധാനപ്പെട്ട സൈനിക കമാൻഡറുകൾ ഉണ്ട്. അതായത് അലൈഡ് കമാൻഡ് ഓപ്പറേഷൻ CACO എന്നറിയപ്പെടുന്ന അലൈഡ് കമാൻഡ് ഓപ്പറേഷനും, അതുപോലെ അലൈഡ് കമാൻഡ് ട്രാൻസ്ഫോർമേഷൻ ആക്ട് ACT എന്നറിയപ്പെടുന്ന അലൈഡ് കമാൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഇങ്ങനെ രണ്ട് സൈനികപരമായിട്ടുള്ള രണ്ട് സ്ട്രക്ചറുകളും നാറ്റോയ്ക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് ഈ ശീതയുദ്ധകാലത്ത് നാറ്റോയുടെ പങ്ക് എന്ന് നമുക്ക് നോക്കാം. നാറ്റോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനെ തടയുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം നാറ്റോ ഫോം ചെയ്തത് ആരാണ്? അമേരിക്കയുടെ നേതൃത്വത്തിലാണ്, അല്ലെ? അപ്പോ യൂറോപ്പില് ഈ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം എന്ന് വെച്ചാല് കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടയുക എന്നുള്ളതാണ് നാറ്റോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സോവിയറ്റ് യൂണിയനെ തടയുക, അതായത് കണ്ടെയ്ൻമെന്റ് പോളിസി. കണ്ടെയ്ൻമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? വ്യാപനം തടഞ്ഞ് ഒതുക്കി നിർത്തുന്നതിനെയാണല്ലോ നമ്മൾ കണ്ടെയ്ൻമെന്റ് എന്നൊക്കെ പറയാം, അല്ലെ? കണ്ടെയ്ൻമെന്റ് ഏരിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ തടഞ്ഞ് യൂറോപ്പില് കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഐഡിയകൾ എത്താതെ സോവിയറ്റ് യൂണിയനെ തടഞ്ഞു വെക്കുക, അത് തന്നെയായിരുന്നു നാറ്റോയുടെ പ്രഥമ ലക്ഷ്യം. രണ്ടാമത്തേത് സൈനിക പ്രതിരോധമാണ്. വലിയ സൈനിക ശക്തിയെ ഇവര് നിലനിർത്തിയിരുന്നു. അതായത് ഒരു ഇനി യുദ്ധം രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് രണ്ടാമത്തെ യുദ്ധമല്ല, രണ്ടാമത്തെ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു, അല്ലെ? അതിനുശേഷമാണ് ഇത് വരുന്നത്. പിന്നെ മൂന്നാമതൊരു ലോകയുദ്ധം കൂടി ഉണ്ടാകരുത് എന്ന് ഓർത്തിട്ടുള്ള ഒരു സംഘടനയാണ്. ഇനി ആണവായുധ തന്ത്രമാണ്, ന്യൂക്ലിയർ ഡിറ്ററൻസ് ആണ് മറ്റൊന്ന് എന്ന് പറയുന്നത്. അതായത് ഒരു മ്യൂച്വലി അഷ്വേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ എന്ന് വെച്ചാല് മറ്റു രാജ്യങ്ങളുടെയൊക്കെ ന്യൂക്ലിയർ വെപ്പൺസിനെ ഡിസ്ട്രക്ട് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ളത് കൂടി ഇവരുടെ ഒരു ലക്ഷ്യമായിരുന്നു. ഇനി യൂറോപ്പില് ഒരു സ്ഥിരത, പാശ്ചാത്യ യൂറോപ്പില് സൈനികമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെയുള്ള സ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ളതും നാറ്റോയുടെ ലക്ഷ്യമായിരുന്നു. ഇനി 1991 സോവിയറ്റ് യൂണിയന്റെ പതനം ഉണ്ടായി, അല്ലെ? 1901 സോവിയറ്റ് യൂണിയൻ തകരുന്നത്. അപ്പൊ ശീതയുദ്ധത്തിന് ശേഷം നാറ്റോയുടെ അതായത് സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ നാറ്റോ എന്തായി? സോവിയറ്റ് യൂണിയൻ നാറ്റോയിൽ നിന്ന് പോയി. ഇനി നാറ്റോയുടെ സ്വഭാവം ഇതോടുകൂടി മാറുന്നു. അതിനു മുൻപും സോവിയറ്റ് യൂണിയൻ ഈ നാറ്റോയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും കമ്മ്യൂണിസത്തിനും സോഷ്യലിസ്റ്റ് ഐഡിയകൾക്കും എതിരായിരുന്നു എന്നത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി നാറ്റോയുടെ സ്വഭാവം ഇതോടുകൂടി മാറുകയാണ്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു. ക്രൈസിസ് മാനേജ്മെന്റ് അഥവാ യുദ്ധങ്ങൾ നിയന്ത്രിക്കുക, സമാധാനം സ്ഥാപിക്കുക എന്നതൊക്കെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നു. കോപ്പറേറ്റീവ് സെക്യൂരിറ്റി, അതായത് മറ്റു രാജ്യങ്ങളുമായിട്ട് സെക്യൂരിറ്റി കാര്യങ്ങളിൽ സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുക. പുതിയ ഭീഷണികൾ, അതായത് ഭീകരവാദം, തീവ്രവാദം ഒക്കെ പോലെയുള്ള പുതിയ ഭീഷണികളെയൊക്കെ നേരിടുക, സൈബർ ആക്രമണങ്ങളെ നേരിടുക, ഇതൊക്കെ തന്നെ നാറ്റോയുടെ നയങ്ങളായി മാറുന്നു. ഇനി നമുക്ക് ഫോർമർ യൂഗോസ്ലാവിയയില് ഈ നാറ്റോയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അതായത് 1990കളില് ചില യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. യൂഗോസ്ലാവിയ പിരിഞ്ഞു പോയതോട് കൂടിയിട്ടുണ്ടായ ചില ക്രൈസിസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് 1992 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ബോസ്നിയൻ വാറാണ്. ബോസ്നിയൻ വാർ
ഈ നാറ്റോ എയർ സ്ട്രൈക്കുകൾ ബോസ്നിയയിൽ എയർ സ്ട്രൈക്ക് നടത്തി. ഇനി അതിനെ തുടർന്ന് ഡേറ്റൺ എഗ്രിമെന്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും നാറ്റോ, അതായത് യൂഗോസ്ലാവിയയെ നിരായുധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണിത്. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെന്റും നടത്തി. ഇനി കൊസോവോ കോൺഫ്ലിക്റ്റ് ആണ് 1999 ഉണ്ടായിട്ടുള്ള കൊസോവോ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് സെർബിയക്കെതിരെ നാറ്റോ ഒരു ബോംബിംഗ് നടത്തുന്നു. അത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ എന്നുള്ള വ്യാജേന ഒരു ബോംബിംഗ് നടത്തുന്നുണ്ട്. ഇനി നാറ്റോയുടെ ആദ്യത്തെ വലിയ ഒരു കോമ്പാറ്റ് ഓപ്പറേഷൻ ആയിരുന്നു ഈ പറയുന്ന അറ്റാക്ക്, കൊസോവോ സംഭവം എന്ന് പറയുന്നത്, ബോംബിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്പിലേക്ക് നാറ്റോയുടെ വിപുലീകരണം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശീതയുദ്ധത്തിന് ശേഷം നാറ്റോ പുതിയ പുതിയ രാജ്യങ്ങളെയൊക്കെ നാറ്റോയുടെ അംഗരാജ്യങ്ങളാക്കി മാറ്റി കൂടുതൽ രാജ്യങ്ങൾ നാറ്റോയിൽ ചേരുന്നു. ഇനി ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ പുതിയ രാജ്യങ്ങൾ നാറ്റോയിൽ ചേരുന്നത്. അതുപോലെ സോവിയറ്റ് സ്വാധീനത്തിൽ നിന്ന് രാജ്യങ്ങളെ രക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അമേരിക്കയ്ക്ക് ഇതിലുണ്ടായിരുന്നു. അപ്പൊ അംഗരാജ്യങ്ങള് പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ, അതുപോലെ എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്തോണിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇതിലെ അംഗരാജ്യങ്ങളായി ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ചേർന്ന രാജ്യങ്ങളായിരുന്നു. ഇനി റഷ്യയുമായിട്ട് ഈ ഒരു സംഘർഷം വർദ്ധിക്കാൻ ഈ നാറ്റോയില് ഈ ശീതയുദ്ധ കാലത്ത് കൂടുതൽ അംഗരാജ്യങ്ങൾ ചേർന്നതൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പൊ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് ശക്തികൾക്കെതിരെ ഒരു പ്രതിരോധ സഖ്യം ശീതയുദ്ധത്തിന് ശേഷം ഗ്ലോബൽ സുരക്ഷാ സംഘടനയായിട്ട് ഇത് മാറുകയും ചെയ്തു. ഇനി നമ്മൾ പുതിയ മറ്റൊരു പോയിന്റിലേക്കാണ് പോകുന്നത്. അതായത് 9/11 എന്ന് വെച്ചാൽ നമുക്കറിയാം 2011 സെപ്റ്റംബർ മാസത്തില് അമേരിക്കൻ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ 9/12 അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം മനസ്സിൽ വെക്കുക. അപ്പോ 9/11 ശേഷം നാറ്റോ റഷ്യ ബന്ധങ്ങള് ആകെ വഷളാവുന്നുണ്ട്. അതായത് സെപ്റ്റംബർ 11 ആക്രമണം കഴിഞ്ഞ് അന്താരാഷ്ട്ര സുരക്ഷാ രംഗത്ത് വലിയ ഭീഷണി ഉണ്ടായി. അപ്പൊ ഈയിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അമേരിക്ക ഒരു ലോക പോലീസ് പദവിയിൽ, അല്ലെങ്കിൽ അമേരിക്ക ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. അമേരിക്കയിലേക്ക് ഒരു തരത്തിലുള്ള അറ്റാക്കും ഉണ്ടാവുകയില്ല, അമേരിക്ക ഫുള്ള് സുരക്ഷിതമാണ് എന്നൊരു അതാണ് വെപ്പ്. പക്ഷെ എന്നാല് സംഭവിക്കുന്നത് സെപ്റ്റംബർ 11 ആക്രമണത്തോട് കൂടിയിട്ട് ഈ ഒരു ചിന്തയ്ക്ക് തീർത്തും ഇത് തെറ്റാണ്, വിഘാതമാണെന്ന് പറയാം. അമേരിക്കയുടെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ് അല്ലെ. അപ്പൊ അത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച, അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. ഇനി ഈ ഒരു കാലഘട്ടത്തില് സെപ്റ്റംബർ 11 അറ്റാക്കിന് ശേഷം റഷ്യ ഈ ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പുതിയ ചിന്ത ഉടലെടുക്കുകയാണ്. അപ്പൊ ഇതിലൂടെ നാറ്റോ റഷ്യ ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെട്ടു. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ റഷ്യയെ ഇല്ലാതാക്കുക എന്ന് വെച്ചാല് റഷ്യയുടെ ആശയങ്ങൾ, അത് അന്ന് റഷ്യ അല്ല സോവിയറ്റ് യൂണിയൻ ആണ്, സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ വ്യാപനം തടയുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പോലും ഉണ്ടായിരുന്നത്. പിന്നീട് ഈ സെപ്റ്റംബർ 11 അറ്റാക്കോട് കൂടിയിട്ട് റഷ്യയും അമേരിക്കയും കൈകോർത്ത് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വരുന്നത്. ഇനി നമ്മള് ഈ ഒരു കാലഘട്ടത്തില് നാറ്റോയുടെ പ്രവർത്തനങ്ങള് അല്പം കൂടി കിഴക്കോട്ട്, അതായത് ഈസ്റ്റേൺ ഭാഗത്തേക്ക് കൂടി വ്യാപിച്ച് കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾ കൂടി നാറ്റോയിൽ ചേർന്നു. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ യൂറോപ്പില് കിഴക്കൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ശീതയുദ്ധ കാലഘട്ടത്തില് സൈനിക സഖ്യങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇരുധ്രുവ ലോകം ഉണ്ടാകുന്നു. അപ്പോൾ സോവിയറ്റ് ചേരിയിൽ ചേരാനും അതുപോലെ അമേരിക്കയുടെ ക്യാപിറ്റലിസ്റ്റ് ചേരിയിൽ ചേരാനും ഒക്കെ രാജ്യങ്ങള് നിർബന്ധിതരാവുകയോ അല്ലെങ്കിൽ അവര് സുരക്ഷ മാനിച്ച് അവരങ്ങനെ ചേരികളിലേക്ക് ചേരുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗത്തുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സോവിയറ്റ് യൂണിയനോടൊപ്പവും പടിഞ്ഞാറൻ ഭാഗത്തുള്ള പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കൻ ചേരിയിലുമാണ് ചേരുന്നത്, വെസ്റ്റേൺ ചേരിയിലുമാണ് ചേർന്നിട്ടുള്ളത്.
അപ്പോ ഈ നാറ്റോയുടെ കിഴക്കോട്ടുള്ള വ്യാപനം സാധ്യമാകുന്നത് ഈ 9/11 അറ്റാക്കിന് ശേഷം അമേരിക്കയും റഷ്യയും തമ്മിൽ കൈകോർത്തോട് കൂടിയിട്ടാണ്. കാരണം അമേരിക്കയും റഷ്യയും തമ്മിൽ സൗഹൃദത്തിലാകുമ്പോഴാണ് സോവിയറ്റ് യൂണിയന്റെ കീഴിലുണ്ടായിരുന്ന, സോവിയറ്റ് ചേരിയിലുണ്ടായിരുന്ന, അതായത് റഷ്യയുടെ ആഭിമുഖ്യമുള്ള യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗത്തുള്ള രാജ്യങ്ങൾ കൂടി നാറ്റോയിലേക്ക് അടുക്കുന്നത്. ഓക്കെ, ഇനി ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം, അതായത് മിസൈലുകളെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഈ നാറ്റോയുടെ മിസൈൽ ഡിഫൻസ് പദ്ധതികളിൽ റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾ ഈ ഒരു കാലഘട്ടത്തില് വർദ്ധിച്ചു. അപ്പൊ ഈ ഒരു ബന്ധം വഷളാകുന്നതിന് പിന്നീട് ഈ റഷ്യയും ഇവർ അടുത്തതുപോലെ തന്നെ ഈ ബന്ധം വീണ്ടും വഷളാവുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു മിസൈൽ ഡിഫൻസ് പദ്ധതികള് നാറ്റോ സ്വീകരിച്ചതോട് കൂടിയിട്ട് റഷ്യക്ക് ഇത് റഷ്യയുടെ മേല് അവര് ചെലുത്തുന്ന സമ്മർദ്ദമാണ്, അല്ലെങ്കിൽ റഷ്യക്ക് ഇത് ഭീഷണിയാണ് എന്ന് തോന്നുന്നതോടുകൂടി റഷ്യ വീണ്ടും അമേരിക്കയുമായിട്ട് അകലുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ബന്ധം വഷളാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. റഷ്യ ജോർജിയ യുദ്ധത്തില് നാറ്റോ ജോർജിയയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇവർ തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാക്കാനായിട്ട് കാരണമായി. അതുപോലെ തന്നെ ക്രിമിയൻ അനക്സേഷനിൽ അതുപോലെ തന്നെ റഷ്യ ക്രിമിയ പിടിച്ചെടുത്തപ്പോഴും അതിനെയും നാറ്റോ ശക്തമായിട്ട് എതിർത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ബന്ധം വീണ്ടും അകലുകയാണ്. അപ്പൊ ഇതോടുകൂടി തന്നെ ആ ഒരു സഹകരണം കുറഞ്ഞു, സംഘർഷം വർദ്ധിച്ചു, വീണ്ടും പ്രശ്നം വഷളായി. ഇനി 2022 റീസെന്റ് ആയിട്ട് ഒരു റഷ്യ യുക്രൈൻ ആക്രമിച്ചിട്ടുണ്ട്, അല്ലെ? റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. 2022 ഫെബ്രുവരി മാസത്തില് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് നാറ്റോ വിപുലീകരണ ഭയം തന്നെയാണ്. അതായത് യുക്രൈന് നാറ്റോയിൽ ചേരുമോ എന്ന റഷ്യയുടെ ആശങ്ക തന്നെയാണ് യുക്രൈനെ അറ്റാക്ക് ചെയ്യാനായിട്ട് റഷ്യയെ പ്രേരിപ്പിക്കുന്നത്. ഇനി ഇത് ഒരു ജിയോഗ്രഫിക്കലായിട്ട് ഉക്രൈന്റെ സ്ഥാനം എന്ന് പറയുന്നത് റഷ്യയുടെ സ്വാധീന മേഖലയിൽ ആണ്. അത് തുടരണം എന്ന ഒരു ആഗ്രഹം, അതായത് റഷ്യയോട് ഒരു അടുത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തുടരണം ഉക്രൈൻ എന്നുള്ളത് റഷ്യയുടെ ഒരു വ്യാമോഹം അല്ലെങ്കിൽ ഒരാഗ്രഹമായിരുന്നു. അപ്പോ തീർച്ചയായിട്ടും ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് റഷ്യയെ ചൊടിപ്പിച്ചു. അപ്പൊ അത് തന്നെയാണ് അറ്റാക്ക് ചെയ്യാനുള്ള കാരണം. അപ്പൊ ഇതിന്റെ ഒരു ചരിത്ര സാംസ്കാരിക ഘടകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ ഉക്രൈൻ റഷ്യയുടെ ഒരു ഭാഗമായിട്ടാണ് ആളുകൾ കാണുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് റഷ്യ മുൻപ് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒറ്റ ഭാഗമായിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ ഡിസിന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ രാജ്യങ്ങളൊക്കെ സ്വതന്ത്ര രാജ്യങ്ങളാവുന്നത്, റഷ്യ ഒരൊറ്റ രാജ്യമായിട്ടൊക്കെ മാറുന്നതൊക്കെ അതിന് ശേഷമാണല്ലോ. അതുകൊണ്ടാണ് പല ആളുകളും യുക്രൈനെ റഷ്യയുടെ ഭാഗമായിട്ട് തന്നെയാണ്, സാംസ്കാരികമായിട്ടൊക്കെ ജിയോഗ്രഫിക്കലായിട്ടൊക്കെ റഷ്യയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി ഇതിൽ നാറ്റോയുടെ പ്രതികരണം എന്ന് പറയുന്നത് നേരിട്ടുള്ള സൈനിക ഇടപെടലൊന്നും നാറ്റോ നടത്തുന്നില്ല. നാറ്റോ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം റഷ്യ ഒരു ന്യൂക്ലിയർ പവർ ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നേരിട്ടൊന്നും യുദ്ധത്തില് ഇടപെടുന്നില്ല. ഇനി സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള പിന്തുണയൊക്കെ നാറ്റോ കൊടുക്കുന്നുണ്ട്. ഉക്രൈന് സൈനിക സഹായം, ആയുധങ്ങൾ, അതുപോലെ യുദ്ധ പരിശീലനം നൽകുന്നുണ്ട്, ഇന്റലിജൻസ് തലത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക സഹായം ഒക്കെ തന്നെ ഉക്രൈന് വേണ്ടിയിട്ട് നാറ്റോ ചെയ്തു. പക്ഷെ നേരിട്ട് യുദ്ധത്തിന് ചേരുന്നില്ല, യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. അതിന്റെ കാരണം റഷ്യയെ പേടിച്ചിട്ട് തന്നെയാണ്, അല്ലെ? ഇനി റഷ്യക്കെതിരെ ഉപരോധങ്ങൾ അമേരിക്കയും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ, സാങ്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു ആ ഒരു സമയത്ത്. ഇനി നാറ്റോയുടെ പ്രതിരോധ ശാക്തീകരണത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത് കിഴക്കൻ യൂറോപ്പില് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു. അതായത് പോളണ്ട്, മറ്റ് ബാൽറ്റിക്, ലാത്വിയ, ലിത്വാനിയ, എസ്തോണിയ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഇവിടെയൊക്കെ തന്നെ സേനകളെ വിന്യസിച്ചു, നാറ്റോ സേനയെ വിന്യസിപ്പിച്ചു. ഇനി ഒരു റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് കൂടുതൽ ശക്തമാക്കി. അതുപോലെ തന്നെ നാറ്റോയുടെ വിപുലീകരണം ഈ ഒരു ഘട്ടത്തില് ഉണ്ടായി. 2023 നാറ്റോയില് ഫിൻലാൻഡ് ജോയിൻ ചെയ്തു. അതുപോലെ 24 സ്വീഡൻ ചേർന്നു. അപ്പൊ ഇതൊക്കെ തന്നെ റഷ്യക്ക് ഒരു തിരിച്ചടിയാണ്, അല്ലെ? ഇത് റഷ്യക്കെതിരെയുള്ള നാറ്റോയുടെ മീൻസ് അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ഇനി ഈ സെപ്റ്റംബർ 11 അറ്റാക്കിന് ശേഷം നാറ്റോ റഷ്യ ബന്ധം സഹകരണത്തിലൂടെ ആരംഭിച്ചു എങ്കിൽ പോലും
നാറ്റോയുടെ വിപുലീകരണവും അതുപോലെ സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ബന്ധം വഷളാകുന്നതിന് കാരണമായി. അതിന്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് 2022 ഉക്രൈൻ റഷ്യ യുദ്ധത്തില് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുകയും റഷ്യയെ തഴയുകയും ചെയ്തു എന്നുള്ളത്. നാറ്റോയെ കുറിച്ചാണ് നമ്മളിപ്പോൾ വളരെ വിശദമായിട്ട് പഠിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സീറ്റോ, സെന്റോ, വാഴ്സാ പാക്ട്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് സീറ്റോ എന്നതിന്റെ എക്സ്പാൻഷൻ. ഇത് 1954 മനിലയിൽ വെച്ചിട്ടാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത്. മനില പാക്ടിന്റെ റിസൾട്ട് ആയിരുന്നു സീറ്റോയുടെ രൂപീകരണം. സീറ്റോ രൂപീകരിക്കുന്നത് 1954 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശീതയുദ്ധ കാലഘട്ടത്തിൽ തന്നെയാണ്. കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയുക എന്നുള്ളത് തന്നെയായിരുന്നു. അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സീറ്റോയുടെയും ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നത്. ഇനി ഇതിന് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തില് മറ്റൊരു പശ്ചാത്തലം ഉണ്ടായി. അതായത് നമ്മൾ പൊതുവെ കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കറിയാം 1949 ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം, ചൈനയിലെ കമ്മ്യൂണിസം വളരെ ശക്തമാകുന്നു, വേരൂന്നുന്നു. അതുപോലെ തന്നെ കൊറിയയില് 1950-കളില് 50-53 കാലഘട്ടത്തിൽ കൊറിയയിൽ ഇതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്കും കൂട്ടാളികൾക്കും വലിയ ഭയപ്പാട് തോന്നുകയാണ്. കമ്മ്യൂണിസത്തിന് വേരുകൾ ശക്തമാവുകയാണോ എന്ന ഭയം വരുന്നതിനെ തുടർന്നാണ് സീറ്റോ അതുപോലെയുള്ള മറ്റു 3 സൈനിക ഉടമ്പടികളും കൂടുതൽ ശക്തമായിട്ട് വരുന്നത്. അപ്പൊ ഈ സീറ്റോയിലെ അംഗരാജ്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അമേരിക്ക പേരിന് ഒരു അംഗമാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് പൂർണ്ണമായ അംഗത്വമില്ല. പിന്നീട് നമ്മൾ വഴിയെ പറയും അമേരിക്കയുടെ ഈ ഒരു പൂർണ്ണമായ അംഗത്വം ഇല്ലായ്മ തന്നെയാണ് സീറ്റോയുടെ പരാജയത്തിന് കാരണം. ഓക്കെ, എന്തായാലും നോട്ട് ചെയ്യുക, അമേരിക്കയുണ്ട് ഭാഗികമായിട്ട്. അതുപോലെ ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ഇത്രയുമായിരുന്നു സീറ്റോയിലെ അംഗരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളും ഇതിൽ അംഗങ്ങളായിരുന്നു എന്ന് വിചാരിക്കരുത്. ഒരുപാട് രാഷ്ട്രങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക തന്നെ ചെയ്തിരുന്നു. ഇനി ഇതിന്റെ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. സീറ്റോയുടെ ഒരു ഘടന എന്ന് പറയുന്നത് നാറ്റോയെ പോലെയല്ല, വളരെ ലളിതമായിട്ടുള്ള ഒരു ഘടനയായിരുന്നു. ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു ബോഡി എന്ന് പറയുന്നത് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സ്ഥിര പ്രതിനിധി സഭ കൂടി സീറ്റോയ്ക്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഈ പ്രതിനിധി സഭയായിരുന്നു. ഇനി സീറ്റോയ്ക്ക് ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്, സെക്രട്ടേറിയറ്റിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ബാങ്കോക്ക് ആയിരുന്നു. ഇനി ഇവരുടെ ഒരു മിലിറ്ററി അഡ്വൈസറി ഗ്രൂപ്പ് കൂടിയുണ്ട്. സംഘടനയ്ക്ക് സൈനികമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഗ്രൂപ്പിന്റെ ചുമതല. സംയുക്ത സൈനിക പദ്ധതികളൊക്കെ രൂപീകരിക്കുന്നതും ഈ ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഇനി ഇവരുടെ സീറ്റോയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈനിക സഹകരണവും അതുപോലെ സംയുക്തമായിട്ടുള്ള സൈനിക പരിശീലനങ്ങളും ഒക്കെ വേദി ഉണ്ടാക്കുക എന്നുള്ളത്, അതുപോലെ പ്രതിരോധ പദ്ധതികൾ രൂപീകരിക്കുക എന്നുള്ളതൊക്കെ സീറ്റോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ സാമ്പത്തിക സാമൂഹിക പ്രവർത്തനങ്ങളെയൊക്കെ ആരോഗ്യരംഗത്തൊക്കെയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതും ഒരു ലക്ഷ്യമാണ്. ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുക എന്നുള്ളതും സീറ്റോയുടെ ലക്ഷ്യമായിരുന്നു. ചുരുക്കത്തില് സുരക്ഷ ഉറപ്പുവരുത്തുക, ഭീകരവാദം പോലെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ഇല്ലാതെ ആക്കുക എന്നുള്ളതാണ് തത്വത്തില് സീറ്റോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി സീറ്റോയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയുക, അതിനെ നിയന്ത്രിക്കാൻ വേണ്ട സഹായങ്ങൾ ഉറപ്പുവരുത്തി ചില രാജ്യങ്ങളിലെങ്കിലും ഒരു സ്റ്റേബിലിറ്റി കൊണ്ടുവരാനായിട്ട് സീറ്റോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞ ഒരു സഹകരണത്തിന്റെ വേദിയാണ്. സാമൂഹിക മേഖലകളിൽ, ആരോഗ്യ മേഖലയിലൊക്കെയുള്ള സഹകരണത്തിന്റെ ഒരു വേദി ഒരുക്കാനായിട്ട് സീറ്റോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന നേട്ടമാണ് സൈനികപരമായിട്ടുള്ള നേട്ടങ്ങൾ, സൈനിക ശേഷിയൊക്കെ വികസിപ്പിക്കാൻ. ലോകത്തിന്റെ തന്നെ പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ സൈനിക ശേഷി വികസിപ്പിക്കുന്നതിനായിട്ട് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നതിന് അമേരിക്കയുടെയും മറ്റു യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും ഒക്കെ, ഫിൻലാൻഡ് ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ നേതൃത്വത്തില് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ സൈനിക ശേഷി വികസിപ്പിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും സീറ്റോയുടെ പ്രധാനപ്പെട്ട പരിപാടികൾ അല്ലെങ്കിൽ പ്രവർത്തന പദ്ധതികൾ എന്ന് പറയുന്നത് വിവരശേഖരണം, ഒരു ഇന്റലിജൻസ് ഷെയറിങ് തന്നെയായിരുന്നു.
അതായത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ ഒരു ക്ലിയർ വാച്ച്, ഒരു എപ്പോഴും സൗത്ത് നമ്മുടെ തെക്ക് കിഴക്കൻ ഏഷ്യ ഒരു അണ്ടർ സർവൈലൻസ് ആയിരുന്നു. അത് സീറ്റോയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, ഒരു നേട്ടമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതിയായിരുന്നു. ഇനി ഒരു കൗണ്ടർ ഇൻസർജൻസി സപ്പോർട്ട് നൽകുക, അതായത് വിപ്ലവ സംഘടനകളെയൊക്കെ ചെറുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങളിലേക്ക് രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാക്കിയെടുക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള പിന്തുണ. ഏഷ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളുടെയും പിന്തുണ ലഭിച്ചിട്ടില്ല. വെറും ഈ 12 രാജ്യങ്ങളുടെ മാത്രം ഒരു സപ്പോർട്ടേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു നാറ്റോയെ പോലുള്ള ഒരു വലിയ സൈനിക ഘടനയൊന്നും സീറ്റോയ്ക്ക് ഉണ്ടായിരുന്നില്ല. നാറ്റോ പോലെയൊന്നും ശക്തമല്ല. നാറ്റോയിലെ പോലെ അമേരിക്കയ്ക്ക് പരിപൂർണമായിട്ടുള്ള അംഗത്വവും ഇതിൽ ഉണ്ടായിരുന്നില്ല. ഇനി അംഗരാജ്യങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും സീറ്റോയെ നാറ്റോയുടെ അത്രയൊന്നും വളരാൻ അനുവദിച്ചിട്ടുമില്ല. സീറ്റോയുടെ അവസാന ഘട്ടത്തിൽ 1977 സീറ്റോ പൂർണ്ണമായിട്ടും പിരിച്ചുവിട്ടു. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രവർത്തനക്ഷമത ഇല്ല എന്ന് നോട്ട് ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 77 ഇങ്ങനെ ഒരു സംഘടന ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നത്. നമ്മൾ നോക്കുന്നത് മറ്റൊരു ഓർഗനൈസേഷൻ ആയിട്ടുള്ള സെന്റോയാണ്. സെന്റോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, സിമ്പിൾ പേരാണ്. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. ഇതും സീറ്റോ രൂപീകരിച്ച പിറ്റത്തെ വർഷം തന്നെ, അതായത് 1955 ഇത് രൂപീകരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യമായിട്ട് ബാഗ്ദാദ് പാക്ട് എന്നായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ സെന്റോ അറിയപ്പെട്ടിരുന്നത്. ബാഗ്ദാദ് പാക്ട് പേരിൽ തന്നെയുണ്ട്, ബാഗ്ദാദിലാണ് രൂപീകരിക്കപ്പെട്ടത്. പ്രധാനമായിട്ടും ഇത് ബന്ധമുള്ള ഒരു കേന്ദ്രമാണ് ബാഗ്ദാദ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മധ്യപൂർവ മേഖലയില് കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയുക എന്നുള്ളതാണ്. സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം നിയന്ത്രിക്കുക. നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഈ എല്ലാ ട്രീറ്റികളും അല്ലെങ്കിൽ ഓർഗനൈസേഷൻസും ഒക്കെ വരുന്നത് എന്ന് പറയുന്നത് 2ാം ലോക യുദ്ധാനന്തരം ഉണ്ടായിട്ടുള്ള 2 സൈനിക ചേരികൾ ഉണ്ടാവുക. ശീതയുദ്ധത്തിന്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുൻപ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തില് സോവിയറ്റ് യൂണിയൻ എന്നും അതുപോലെ US എന്ന് പറയുന്ന 2 ചേരികൾ അല്ലെ, 2 പ്രമുഖ ശാക്തിക ചേരികളിലേക്ക് ലോകം ചുരുങ്ങുന്ന ഒരു ഘട്ടമാണ്, ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ക്യാപിറ്റലിസ്റ്റ് ചേരിയും മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ചേരിയുമായിരുന്നു. സോ ഈ ക്യാപിറ്റലിസ്റ്റ് ചേരിക്ക് കമ്മ്യൂണിസ്റ്റ് ചേരിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ഈ വ്യാപനം വല്ലാതെ ഭയത്തോടു കൂടിയാണ് അവരതിനെ വീക്ഷിച്ചിരുന്നത്. സോ ഈ സോവിയറ്റ് യൂണിയന്റെ ശക്തി കുറയ്ക്കുക എന്ന ലക്ഷ്യം എല്ലായ്പ്പോഴും അതിന്റെ ഒരു എല്ലാ യൂണിയന്റെയും പ്രധാനപ്പെട്ട സ്വാധീനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇനി സെന്റോയുടെ രൂപീകരണ പശ്ചാത്തലവും തീർച്ചയായിട്ടും USSRനെ കണ്ടെയ്ൻ ചെയ്യുക, ഒരു കണ്ടെയ്ൻമെന്റ് പോളിസി ഓഫ് US, അതിന്റെ ഭാഗം തന്നെയായിരുന്നു സെന്റോയും. സെന്റോയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇറാനും ഇറാഖും പാകിസ്ഥാനും തുർക്കിയും ബ്രിട്ടനും തന്നെയായിരുന്നു. ഇതില് ഇറാഖ് പിന്നീട് ഈ ട്രീറ്റിയിൽ നിന്ന് പിന്മാറുന്നുണ്ട്. ഇനി അമേരിക്ക ഇതിലും അംഗമായിരുന്നില്ല. പക്ഷെ വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ സെന്റോയ്ക്ക് നൽകി. സീറ്റോയിൽ അംഗമായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഒരു അംഗത്വം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സെന്റോയിൽ അംഗമേ ആയിരുന്നില്ല, പിന്തുണ മാത്രം, ഒരു പുറത്തു നിന്നുള്ള പിന്തുണ മാത്രമേ ഇവര് നൽകിയിട്ടുള്ളൂ. ഇനി സെന്റോയുടെ ഘടന, സ്ട്രക്ചർ എന്ന് പറയുന്നത് കൗൺസിൽ ഉണ്ടായിരുന്നു. കൗൺസിലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ബോഡി ആയിരുന്നു. അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളൊക്കെയാണ് ഈ കൗൺസിലിൽ ഉണ്ടായിരുന്നത്. മറ്റൊന്നാണ് സെക്രട്ടേറിയറ്റ്. തീർച്ചയായിട്ടും അതെന്തായിരിക്കും, ഭരണകാര്യങ്ങൾ നോക്കുന്ന ഒരു കേന്ദ്രമായിരിക്കും അല്ലെ. ദെൻ മിലിറ്ററി കമ്മിറ്റീസ് ആണ്, പ്രതിരോധ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് ടെക്നിക്കൽ കമ്മിറ്റീസ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക സാങ്കേതിക വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട്, അതായത് അംഗരാജ്യങ്ങളുടെ സാങ്കേതികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഏജൻസി കൂടി ഉണ്ടായിരുന്നു. സൈനിക സഹകരണം തന്നെയായിരുന്നു സെന്റോയുടെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത്. സംയുക്ത സൈനിക പരിശീലനങ്ങളൊക്കെ സെന്റോ ഏർപ്പാട് ചെയ്തിരുന്നു. അതുപോലെ സാമ്പത്തിക വികസനം, റോഡും ടെലി കമ്മ്യൂണിക്കേഷൻ മേഖലയിലൊക്കെ ചില വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായിട്ട് സെന്റോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ USSRന്റെ സ്വാധീനം കുറയ്ക്കാനും സുരക്ഷാ സഹകരണം ഉറപ്പുവരുത്താനൊക്കെ സെന്റോ പ്രയത്നിച്ചിട്ടുണ്ട്. ഇനി സെന്റോയുടെ പ്രധാനപ്പെട്ട പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം നമുക്ക് പറയുന്നത്, പൂർണ്ണ അർത്ഥത്തിൽ തന്നെ പറയാവുന്നത്, അമേരിക്കയുടെ പിന്തുണ ഇല്ലായ്മ അല്ലെങ്കിൽ
അമേരിക്കയുടെ അംഗത്വമില്ലായ്മ എന്ന് പറയുന്നത് സെന്റോയെ അപ്രസക്തമാക്കി എന്നുള്ളതാണ്. ഇനി അത് ഒരു സെന്റോ ഒരു ശക്തി കുറഞ്ഞ ഒരു സംഘടനയായിട്ട് മാറി. അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള രാഷ്ട്രീയ അസ്ഥിരതകൾ, സെന്റോ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഇറാനും ഇറാഖും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് വളരെ രാഷ്ട്രീയ അസ്ഥിരതയുള്ള പ്രദേശങ്ങളാണ്. പാകിസ്ഥാൻ ഇങ്ങനെയുള്ള സെൻട്രൽ ഏഷ്യ, പശ്ചിമേഷ്യൻ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുടെയൊക്കെ ആ ഒരു പശ്ചിമേഷ്യയിലും സെൻട്രൽ ഏഷ്യയിലും ഒക്കെ തന്നെ നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതകൾ ഈ സംഘടനകളുടെ ഒക്കെ തന്നെ സീറ്റോയുടെ ആണെങ്കിലും സെന്റോയുടെ ആണെങ്കിലും ഒക്കെ പതനത്തിന് അല്ലെങ്കിൽ ഒരു വേണ്ടത്ര ശക്തമാകാതിരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇനി പ്രാദേശിക പിന്തുണ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഒന്നും പിന്തുണ ഇതിന് ഉണ്ടായിരുന്നില്ല. സൈനിക ശക്തി നാറ്റോയെ പോലെ ശക്തമായിട്ടുള്ള ഒരു സൈനിക ശക്തിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് സെന്റോ പിരിച്ചുവിടുന്നത്. 1979 സെന്റോ പിരിച്ചുവിടുന്നത്. 77 സീറ്റോ പിരിച്ചുവിട്ടത്. സെന്റോ 2 വർഷം കൂടി നിലനിന്നു. 79 അംഗരാജ്യങ്ങളുടെയൊക്കെ പിന്മാറ്റം മൂലം സെന്റോ അങ്ങോട്ട് വാനിഷ് ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി നമ്മൾ നോക്കുന്നത് വാഴ്സോ പാക്റ്റിനെ കുറിച്ചാണ്. വാഴ്സോ പാക്ട്, വാഴ്സോ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് പൂർണ്ണമായിട്ട് അറിയപ്പെടുന്നത്. 1955 മെയ് 14 വാഴ്സോ പാക്ട് രൂപീകരിക്കുന്നത്. ഇത് സോവിയറ്റ് യൂണിയന്റെ ഇതിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സൈനിക കൂട്ടുകെട്ടാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത നാറ്റോ ആവട്ടെ, സീറ്റോ ആവട്ടെ, സെന്റോ ആവട്ടെ അമേരിക്കയുടെ അണ്ടറിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു അല്ലെ. എന്നാൽ ഇത് നേരെ ഓപ്പോസിറ്റ് ചേരിയിലുള്ള ഒരു സഖ്യമാണ് വാഴ്സോ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശീതയുദ്ധ സമയത്ത് തന്നെയാണ് രൂപം കൊള്ളുന്നത്. നാറ്റോയുടെയും അതുപോലെ തന്നെ ഈ സെന്റോയുടെയും സീറ്റോയുടെയും ഒക്കെ രൂപീകരണം, അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വാഴ്സോ ഉടമ്പടി രൂപീകരിക്കപ്പെട്ടത്. പശ്ചിമ ജർമ്മനിയിൽ 55 നാറ്റോയില് അംഗത്വം എടുക്കും. അപ്പൊ വെസ്റ്റ് ജർമ്മനി നാറ്റോയില് ചേർന്നത് ഒക്കെ ഈ ഒരു സോവിയറ്റ് യൂണിയന് വലിയ ഭീഷണിയായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ യൂറോപ്പ് അല്ലെ, യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ യൂറോപ്പിലെ കുഞ്ഞു കുഞ്ഞു നിരവധിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളില് മേലാണ് ഈ 2 ചേരികളുടെയും കണ്ണ്, അല്ലെങ്കിൽ 2 പ്രമുഖ ശക്തികളുടെയും, അതായത് സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കണ്ണെന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ അമേരിക്കയുടെ പക്ഷത്ത് ചേർന്നവയെല്ലാം തന്നെ പടിഞ്ഞാറൻ യൂറോപ്പിലെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ, യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ കൂടെയും, യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളെല്ലാം തന്നെ സോവിയറ്റ് യൂണിയന്റെയും കൂടെയാണ് കൂടുന്നത്. എന്നാൽ പിന്നീട് സോവിയറ്റ് യൂണിയന്റെ പതനമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ കിഴക്കൻ യൂറോപ്പ് എന്ന് പറയുന്നത് അവികസിതമായിട്ടും, എന്നാൽ പടിഞ്ഞാറൻ യൂറോപ്പ്, അതായത് അമേരിക്കയുടെ കൂടെ ചേർന്ന പടിഞ്ഞാറൻ യൂറോപ്പ് വളരെ വികസിതമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വാഴ്സോയിലേക്ക് തിരികെ വരാം. വാഴ്സോ പാക്റ്റിലെ പ്രധാനപ്പെട്ട അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മെയിൻലി സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു. പിന്നീട് അതുപോലെ പോളണ്ട്, അതുപോലെ കിഴക്കൻ ജർമ്മനി. പടിഞ്ഞാറൻ ജർമ്മനി നാറ്റോയിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ കിഴക്കൻ ജർമ്മനി, അതിന്റെ കിഴക്ക് ഭാഗം കിഴക്കൻ ജർമ്മനി. പിന്നെ അതുപോലെ ഹംഗറി, റൊമേനിയ, ബൾഗേറിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ ഈ കിഴക്കൻ ജർമ്മനിയുടെ കൂടെയുള്ള ഒരു ടീം ഉണ്ടല്ലോ നമ്മൾ 2ാം ലോക യുദ്ധമൊക്കെ പഠിക്കുന്ന സമയത്ത്. സോ ഈ ടീമാണ് പിന്നീട് എങ്ങോട്ട് വരുന്നത്, വാഴ്സോ ഉടമ്പടിയിലേക്ക് വരുന്നത്. അൽബേനിയൊക്കെ പിന്നീട് അൽബേനിയ ഉണ്ടായിരുന്നു, പക്ഷെ അൽബേനിയ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് അതിൽ നിന്ന് മാറുന്നുണ്ട്. വാഴ്സോ പാക്റ്റിൽ നിന്ന് അർമേനിയ പിൻവാങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ബോഡി ഉള്ളത് PCC എന്നൊരു ബോഡിയാണ് ഉള്ളത്. അതായത് പൊളിറ്റിക്കൽ കൺസൾവേറ്റീവ് കമ്മിറ്റി എന്ന് പറയുന്ന PCC എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ മേക്കിംഗ് കമ്മിറ്റിയാണ് ഇതിന് ഉണ്ടായിരുന്നത്. ദെൻ യൂണിഫൈഡ് മിലിറ്ററി കമാൻഡ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സൈനിക നിയന്ത്രണ കമാൻഡുകളൊക്കെ കൈയാളിയിരുന്ന മറ്റൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ദെൻ ഭരണപരമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന നമ്മൾ മറ്റു 3 കമ്മിറ്റികളെ ഓർഗനൈസേഷനെ പറഞ്ഞതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഉണ്ട്. സെക്രട്ടേറിയറ്റ് തന്നെയായിരുന്നു ഇവരുടെയും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പൊ വാഴ്സോ പാക്റ്റിൽ സോവിയറ്റ് യൂണിയന് വലിയ നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു മറ്റു ചേരികളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നിന്നിരുന്ന ഒരേ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വാഴ്സോ പാക്റ്റ് തന്നെയായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ മുൻപേ പഠിച്ച കാര്യങ്ങളുടെയൊക്കെ സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ അത് തന്നെ പഠിച്ചു വെക്കുക. അത് വാഴ്സോ ആണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ
നാറ്റോയ്ക്കും സീറ്റോയ്ക്കും സെന്റോയ്ക്കും ഒക്കെ എതിരെയായിട്ടുള്ള ഒരു സൈനിക സഹകരണം ആയിരിക്കും സ്വാഭാവികമായിട്ട് ഇവർ നടത്തുക എന്ന് ഓർക്കുക. അവിടെ അവരുടെ ലക്ഷ്യം കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ലക്ഷ്യം എന്തായിരിക്കും? കമ്മ്യൂണിസത്തെ വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അങ്ങനെ വളരെ ലളിതമായിട്ട് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സൈനിക സഹകരണം, ഒരു സംയുക്ത സൈനിക പരിശീലനം ഒക്കെ ഏർപ്പാട് ചെയ്യുക, ഇത് നമ്മൾ സെന്റോയുടെയും നാറ്റോയുടെയും കാര്യത്തിലൊക്കെ പഠിച്ചു വെച്ചതാണ്. പക്ഷെ അവർക്ക് എതിരായിട്ടുള്ള സൈനിക സഹകരണമാണ് വാഴ്സ ഉടമ്പടിയിൽ നടപ്പിലാക്കുന്നത് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്പിന്റെ മേലുള്ള നിയന്ത്രണം അംഗരാജ്യങ്ങളെയൊക്കെ തന്നെ USSR ആണ് കൺട്രോൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അമേരിക്കയെ പിന്തുണച്ച രാഷ്ട്രങ്ങളുടെ അത്രയൊന്നും സാമ്പത്തികമായിട്ട് വികസിക്കാനൊന്നും ഈ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. അപ്പൊ എന്തായാലും ഇവരുടെ ഒരു ഡിഫെൻസീവ് റോൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇത് നാറ്റോ സീറ്റോ സെന്റോ സഖ്യത്തിന് എതിരായിട്ടുള്ള ഒരു ഡിഫെൻസീവ് മെഷേഴ്സ് ആണ് ഇവര് സ്വീകരിച്ചിരുന്നത്. അപ്പൊ USSRന് ചുറ്റും ഒരു ബഫർ സോണ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അതായത് USSRന്റെ പതനത്തോടൊക്കെ അടുത്ത് ഒരു ബഫർ സോണ്, ഒരു കളക്റ്റീവ് ഡിഫൻസ് എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് USSRന് ചുറ്റും ഒരു ബഫർ സോണ് രൂപപ്പെട്ടു വന്നു. ഇനി ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ ഒരു കാലഘട്ടം, അതായത് 1956 മുതൽ ഇങ്ങോട്ടുള്ള 70 വരെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് മറ്റു ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതായത് ഹംഗറിയിലൊക്കെ വിപ്ലവം നടക്കുന്നുണ്ട്. സോവിയറ്റ് സൈന്യം ഇതിനെ അടിച്ചമർത്തിക്കൊണ്ട് പ്രാഗ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. 1968 ഇത് സംഭവിക്കുന്നത്. ചെക്കോസ്ലോവാക്യയിൽ ഒരു സ്വാതന്ത്ര്യം നേടാനുള്ള ചെക്കോസ്ലോവാക്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ വാഴ്സോ സഖ്യം, അതില് വാഴ്സോയുടെ സൈന്യമൊക്കെ ഇതില് വളരെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടിട്ടുള്ള ചില ലോകത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളാണ് ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട 4 സൈനിക ഉടമ്പടികളും അതിന്റെ രൂപീകരണം, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സെറ്റപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. താങ്ക് യു.